എന്താ ഈ കിടക്കുന്ന ചിക്കൻ പീസില്ലേ, അതൊരു വാഴയിലേക്ക് അങ്ങനെ എടുത്തിട്ടിട്ട് കുറച്ച് ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് പൊള്ളിച്ചൊരു ഡിഷുണ്ട്. അത് കഴിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഇതാ ഈ കാശ്മീരി നാനും. ഇന്ന് നമ്മളുള്ളത് കാലിക്കറ്റ് പൊറ്റമ്മലിനടുത്തുള്ള ദഹ്ബാൻ കിച്ചണിലാണ്. ഒരു ചെറിയ വീട് പോലെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഫുഡിലോട്ട് കിടക്കാം. ഞങ്ങളിതാ ആദ്യം തന്നെ ആ പൊള്ളിച്ച ചിക്കൻ, അതാണല്ലോ മെയിൻ, അത് കഴിക്കണം. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ കൂടെയുള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ അവരുടെ മന്തി റൈസാണ്. അപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ ഇതാ ആ മന്തി റൈസ് എടുത്തു, കുറച്ച് മയോണൈസും എടുത്തു. പക്ഷെ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി അങ്ങോട്ട് പോരായിരുന്നു. ഫ്ലേവർ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ എന്നാലും കൺസിസ്റ്റൻസി അങ്ങോട്ട് മന്തിക്ക് പോരാ. പയ്യെ ഒരു പീസ് ചിക്കൻ ആ പൊള്ളിച്ച ചിക്കനിൽ നിന്ന് അടർത്തിയെടുത്തു. എന്നിട്ട് ആ ഗ്രേവി കുറച്ചെടുത്തു, സ്വല്പം, എന്നിട്ട് ആ റൈസിലോട്ട് ഇട്ടു. പിന്നെ മയോണൈസ് അങ്ങോട്ട് വാരി ഇട്ടു, പയ്യെ അങ്ങോട്ട് മിക്സ് ചെയ്തു, എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരുപാട് എക്സെപ്ഷണൽ എന്ന് പറയാനോ അതോ മോശം എന്ന് പറയാനോ ഒന്നുമില്ല. അത്യാവശ്യം ഒരു ആവറേജ് മന്തി, ആവറേജ് മയോണൈസ്. ആ ചിക്കൻ്റെ ടേസ്റ്റ് കൊള്ളായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, എക്സെപ്ഷണൽ അല്ല, ആവറേജിനും എക്സെപ്ഷണലിനും ഇടയ്ക്ക് ഒരു 6/10. എന്താ ഈ കാണുന്നത് അവരുടെ തന്തൂരി പൊറോട്ടയാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയതാണോ എന്ന് അറിയില്ല, ഭയങ്കര ഹാർഡായിരുന്നു. ഒരു ചപ്പാത്തി മേടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വിഷമം മാറ്റാൻ കുറച്ച് മയോണൈസിൽ അങ്ങോട്ട് കഴിച്ചു നോക്കി. പിന്നെ അവരുടെ ചിക്കൻ്റെ മസാല ആസ് സച്ച് ഇസ് നോട്ട് വെരി ഇംപ്രസീവ്. പക്ഷേ ആ ചിക്കൻ പൊള്ളിച്ചത് ആസ് എ ഹോൾ ഇസ് ഗുഡ്. പിന്നെ നമ്മൾ ഇവിടെ കാശ്മീരി നാൻ ട്രൈ ചെയ്തു. ഇത് വെറുതെ കഴിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മുകളിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ ഇത് നമ്മൾ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ ഒരു ചിക്കൻ പീസും ഒരു സ്വല്പം ഗ്രേവിയിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് വരുന്നത്. അതിപ്പോൾ എങ്ങനെ പറയാം, നമ്മൾ ഈ മധുരവും എരിവും കൂടി കഴിക്കുമ്പോൾ ചിലപ്പോൾ എവിടേക്കോ ഒരു പുളി തട്ടുന്നൊരവസ്ഥ തോന്നില്ലേ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രത്യേക ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ കോമ്പിനേഷൻ പറഞ്ഞ് ശരിയായിരുന്നു. അതിൻ്റെ കൂടെ മന്തി റൈസ് തന്നെ കഴിക്കാനാണ് ഏറ്റവും അടിപൊളി. ഇവരുടെ മന്തി റൈസ് അത്ര അടിപൊളിയല്ലെന്ന് ഞാൻ പറഞ്ഞു. മയോണൈസിൻ്റെ കൺസിസ്റ്റൻസിയും അന്ന് പോരായിരുന്നു. ചിക്കൻ വാസ് 6/10. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തത് ആസ് എ പ്ലേസ് യു ക്യാൻ വിസിറ്റ് ടു ഹാവ് എൻ എക്സ്പീരിയൻസ്? കാരണം ഒരു ഇൻഡിവിജ്വൽ ഐറ്റം മോശമായി എന്ന് വിചാരിച്ചിട്ട് ആ ഹോൾ കടയിലെ ഫുഡ് മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വാഴയിൽ പൊള്ളിച്ച് ചിക്കൻ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ അടുത്ത് പോകാൻ പറ്റിയൊരു സ്ഥലം എന്നേ പറയുന്നുള്ളൂ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ബൈ ഫ്രം പൗലു ചായൻ.